നമസ്കാരം. പാരസെറ്റമോൾ ഗുളികകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമായി മാറി എന്ന് പറയാം. നിസ്സാര തലവേദന വന്നാൽ പോലും ആളുകൾ ഇത് ഡോക്ടറോട് ചോദിക്കാതെ മെഡിക്കൽ സ്റ്റോറുകളിൽ പോയി വാങ്ങി കഴിക്കുന്നത് നമ്മുടെ നാട്ടിലും പതിവാണ്. ഇതൊരു ശരിയായ നടപടിയല്ല എന്ന് ഡോക്ടർമാർ പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പോഴും പനിയോ തലവേദനയോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ തോന്നിയാൽ ആളുകൾ സ്വയം ചികിത്സിക്കാനായി ആദ്യം തിരഞ്ഞെടുക്കുന്ന മരുന്ന് എന്ന് പറയുന്നത് പാരസെറ്റമോൾ ഗുളികകൾ തന്നെയാണ്. എന്നാൽ ഈ പാരസെറ്റമോൾ ഗുളികകൾ നമ്മൾ ഉദ്ദേശിക്കും പോലെ നമ്മെ സഹായിക്കുകയല്ല, നമ്മുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ഹാർവാർഡ് സർവകലാശാലയിലെ ഗവേഷകർ പറയുന്നത്. അവർ ഏതാണ്ട് 1,00,000-ഓളം പേരിൽ നടത്തിയ പഠനങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഗവേഷകർ പറയുന്നത് ഗർഭിണികൾ പാരസെറ്റമോൾ കഴിക്കുന്നത് അവർക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് ഓട്ടിസം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഹൈപ്പർ ആക്റ്റീവ് ഉൾപ്പെടെയുള്ള നിരവധി ന്യൂറോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. ഒരു കണക്ക് സൂചിപ്പിക്കുന്നത് ഇംഗ്ലണ്ടിൽ ഏതാണ്ട് പകുതിയോളം ഗർഭിണികൾ അവരുടെ ഗർഭത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ വേദന സംഹാരിയായി പാരസെറ്റമോൾ ഉപയോഗിക്കുന്നു എന്നാണ്. എന്നാൽ അമേരിക്കയിലെ കണക്ക് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. അവിടെ 65% ഗർഭിണികൾ വേദന സംഹാരിയായി പാരസെറ്റമോൾ ഉപയോഗിക്കുന്നു എന്നാണ്. ഡോക്ടർമാർ പറയുന്നത് നിങ്ങൾ ഒറ്റയടിക്ക് ഈ പാരസെറ്റമോൾ കഴിക്കുന്നത് നിർത്തുകയൊന്നും വേണ്ട. നിർത്തിയാലും ആരംഭിച്ചാലും അതെല്ലാം ഡോക്ടറുടെ ഉപദേശം അനുസരിച്ച് വേണം ചെയ്യാൻ. മിതമായ അളവിൽ പാരസെറ്റമോൾ ഉള്ളിൽ ചെല്ലുന്നത് നമുക്ക് വലിയ തോതിലുള്ള ദോഷമൊന്നും വരുത്തുകയില്ല. പക്ഷേ ചെറിയ വേദന ഉണ്ടെങ്കിലോ എന്തെങ്കിലും പനി വന്നിലൊക്കെ തന്നെ പെട്ടെന്ന് ചെന്ന് ഈ പാരസെറ്റമോൾ ഗുളികകൾ കഴിക്കുന്നത് നമ്മുടെ ന്യൂറോ സംവിധാനത്തെ മൊത്തത്തിൽ ഗുരുതരമായ രീതിയിൽ തന്നെ ബാധിക്കുമെന്നാണ്. പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗർഭിണികൾ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളികൾ നേരിടുന്നത്. നിരന്തരമായി ഇത്തരം മരുന്നുകൾ കഴിക്കുന്നത് കാരണം അവർക്ക് ജനിക്കുന്ന കുട്ടികൾ ഒരുപാട് പ്രശ്നങ്ങളോടെയായിരിക്കും ജനിക്കുന്നത്. ഓട്ടിസം ഒരിക്കലും ഒരു രോഗമല്ല, അതൊരു അവസ്ഥയാണ്. നമുക്ക് തന്നെ അറിയാം ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ മാതാപിതാക്കളൊക്കെ നേരിടുന്ന പ്രശ്നങ്ങൾ. അതുപോലെ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികളുടെ കാര്യത്തിലൊക്കെ തന്നെ ഇത് വലിയ തോതിൽ മാതാപിതാക്കൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഇവർ പഠിക്കാൻ പോകുന്ന സ്ഥലങ്ങളിലും പൊതുസ്ഥലങ്ങളിലുമൊക്കെ തന്നെ ഇവർ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒടുവിൽ മാതാപിതാക്കൾ ഉത്തരം പറയേണ്ട അവസ്ഥ പോലും പലപ്പോഴും എത്താറുണ്ട്. മാത്രമല്ല കുട്ടികളുടെ ശോഭനമായ ഭാവിക്കുമൊക്കെ തന്നെ ഇത് വലിയ തോതിൽ ദോഷം ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഹാർവാർഡിലെ ഗവേഷകർ പറയുന്നത് ഗർഭിണികൾ കഴിവതും നിങ്ങൾ പാരസെറ്റമോൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് കുട്ടികൾക്ക് ഏറ്റവും ഉത്തമമായിരിക്കുന്നത് എന്ന്. ഈ മരുന്ന് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നത് തന്നെയാണ് വലിയൊരു പ്രതിസന്ധിയായി വിദഗ്ധന്മാർ കാണുന്നത്. ഇത്രയും വിപുലമായ തോതിൽ ലോകമെമ്പാടുമുള്ള ആളുകൾ ഇത്തരത്തിലുള്ളൊരു ഗുളിക ഉപയോഗിക്കുമ്പോൾ അത് ഉയർത്തുന്ന വെല്ലുവിളി വളരെ വലുതാണ് എന്നാണ് അവർ പറയുന്നത്. ഇതിൽ ഉണ്ടാകുന്ന നേരിയ മാറ്റം, അതായത് ആരോഗ്യമേഖലയിൽ ഈ ഗുളിക കഴിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾ പോലും അത് നേരിയ തോതിലാണെങ്കിൽ പോലും അത് ലോകക്രമത്തെ തന്നെ ബാധിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. കാരണം പുതിയൊരു തലമുറയാണ് ഇവിടെ വളർന്നു വരേണ്ടത്. അത്തരം കുട്ടികൾ ഇത്തരം പ്രശ്നങ്ങളോടുകൂടി ജനിക്കുകയാണെങ്കിൽ അത് പിന്നീട് നമ്മുടെ നാടിൻ്റെ ലോകത്തിൻ്റെയൊക്കെ തന്നെ ഭാവിയെ തന്നെ ദോഷകരമായി ബാധിക്കുമെന്നാണ്. എന്നാൽ ഈ വേദന ശമിപ്പിക്കാനുള്ള മറ്റേതെങ്കിലും പെയിൻ കില്ലറുകൾ ഉണ്ടോ എന്ന ചോദ്യത്തിന് അതിന് കൃത്യമായ മറുപടി ഹാർവാർഡിലെ ഗവേഷകർ പറയുന്നതുമില്ല. ഒരുപക്ഷെ ഗർഭിണികൾക്ക് അവരുടെ ഗർഭത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ പ്രാരംഭഘട്ടങ്ങളിലൊക്കെ തന്നെ ഉണ്ടാകുന്ന നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അവയൊക്കെ പരിഹരിക്കുന്നതിന് പലപ്പോഴും ഈ കടുത്ത തലവേദനയൊക്കെ വരുമ്പോൾ ആളുകൾ പാരസെറ്റമോൾ ഗുളിക തന്നെയാണ് കഴിക്കാറുള്ളത്. പക്ഷേ അതൊക്കെ സൂക്ഷിച്ച് വേണം എന്നാണ് ഇപ്പോൾ ഈ ഡോക്ടർമാർ പറയുന്നതിൻ്റെ അർത്ഥം. പക്ഷേ ഇതിനൊരു പരിഹാരം അവർ ഇനിയും നിർദ്ദേശിച്ചിട്ടുമില്ല. അപ്പോൾ സ്വാഭാവികമായ ചോദ്യം വരാം, പണ്ടത്തെ കാലത്തെ സ്ത്രീകൾ അവർ ഗർഭിണികളായിരുന്ന സമയത്ത് വേദന വന്നാൽ എന്താണ് ചെയ്യുമായിരുന്നത് എന്ന്. ഒരുപക്ഷെ അന്നത്തെ കാലത്ത് എന്തെങ്കിലും സംവിധാനങ്ങൾ ഇതിനുണ്ടായിരുന്നിരിക്കുക എന്ന് വേണം നമ്മൾ കരുതാൻ. പക്ഷേ ആധുനിക കാലഘട്ടത്തിൽ ഒരുപാട് കമ്പനികളാണ് പാരസെറ്റമോളിൻ്റെ ഗുളികകൾ ഒരുപാട് കമ്പനികളാണ് പാരസെറ്റമോൾ ഗുളികകൾ വിപണിയിൽ ഇറക്കുന്നത്. പലതിനും പല പേരാണ്. അമേരിക്കയിലും മറ്റും ഇത് ഒരു പേരാണ് അറിയപ്പെടുന്നതെങ്കിൽ UK മറ്റൊരു പേരിലായിരിക്കും, ഇന്ത്യയിൽ ഒരുപക്ഷെ മറ്റൊരു പേരിലായിരിക്കും. അങ്ങനെ വിവിധ പേരുകൾ ലഭിക്കുന്ന ഈ പാരസെറ്റമോൾ ഗുളികകൾ ഏതായാലും ഗർഭിണികൾക്ക് അവരുടെ ജീവിതത്തിലെ വലിയൊരു വില്ലനായി ഇത് മാറും എന്നാണ് ഇപ്പോൾ ഈ ഗവേഷണം നൽകുന്ന മുന്നറിയിപ്പിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഗർഭിണികൾ പരമാവധി പാരസെറ്റമോൾ ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഒഴിവാക്കണം എന്നുള്ളതല്ല, പക്ഷേ ഇതെല്ലാം ഡോക്ടറുടെ നിർദ്ദേശത്തിലും അവരുടെ മാർഗ്ഗനിർദ്ദേശപ്രകാരവും മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നാണ് ഈ വിദഗ്ധരുടെ പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 1,00,000 പേരിൽ നടത്തിയ സർവേയിലാണ് അല്ലെങ്കിൽ പഠനത്തിലാണ് ഇത്തരത്തിലുള്ള വളരെ കൃത്യമായ വിവരം ലഭിച്ചിരിക്കുന്നത്. ഇവരിൽ പാരസെറ്റമോൾ കഴിച്ച എല്ലാവരുടെയും കുട്ടികൾക്ക് ഓട്ടിസമോ മറ്റു പ്രശ്നങ്ങളൊന്നും ബാധിച്ചിട്ടില്ല എങ്കിൽ പോലും ഒരു ന്യൂനപക്ഷം അങ്ങനെയും അവിടെ ഉണ്ട് എന്നുള്ളത് കൃത്യമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തങ്ങൾ, അതല്ലാതെ വെറുതെ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഇക്കാര്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്നാണ് ഹാർവാർഡിലെ ഗവേഷകർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്.